നമസ്കാരം. എൻ്റെ പേര് ഷിബു എസ് നായർ, സ്ഥലം കാഞ്ഞിരകുളം. നമ്മുടെ ഇപ്പോൾ കേരളത്തിലുള്ള ഒരു മുഴുവൻ ചർച്ചാ വിഷയം ടി.പി. ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളെക്കുറിച്ചാണ്. എല്ലാവരും ഇപ്പോൾ പറയുന്നത് ടി.പി. ചന്ദ്രശേഖരനെ കുറിച്ചാണ്. ടി.പി. ചന്ദ്രശേഖരൻ എന്നാണ്. എനിക്ക് നിങ്ങളോടൊരു കാര്യം, കേരളത്തിലെ സാധാരണക്കാരായ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, വർഷങ്ങൾക്ക് മുമ്പ് 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരു കൊലക്കേസ് നടന്നായിരുന്നു. ഒരു RSS പ്രവർത്തകനെ സ്കൂളിലെ കുട്ടികളുടെ മുമ്പിൽ വെച്ച്, ക്ലാസ് റൂമിൽ വെച്ച്, സ്കൂളിലെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് വെട്ടിക്കൊന്നു. ജയകൃഷ്ണൻ മാസ്റ്റർ എന്നാണ് ആ മനുഷ്യൻ്റെ പേര്. സത്യത്തിൽ ആ മനുഷ്യൻ്റെ ആത്മാവിന് പ്രാർത്ഥിച്ചുകൊണ്ട്, ടി.പി. ചന്ദ്രശേഖരൻ നല്ല വ്യക്തിയാണോ? ഒരിക്കലുമല്ല. ഒരുപാട് കൊലക്കേസിൽ ടി.പി. ചന്ദ്രശേഖരന് ഒരുപാട് കൊലക്കേസുമായിട്ട് ബന്ധമുണ്ട് ടി.പി. ചന്ദ്രശേഖരൻ. അത് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം, രമയ്ക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഈ ജയിലിൽ കിടക്കുന്ന ഏത് കേസിലെ പ്രതികളായാലും അവർക്ക് ജയിലിൻ്റെ അകത്തുനിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ, അത് ഏത് പ്രതികളായാലും, അത് ടി.പി. ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളായാലും മറ്റുള്ള ഏത് കേസിലെ പ്രതികളായാലും, അവർക്ക് ജയിലിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടിയേ പറ്റൂ. അതിന് മാത്രം നല്ല വ്യക്തിയല്ല എൻ്റെ രമേ, നിൻ്റെ ഭർത്താവ് ടി.പി. ചന്ദ്രശേഖരൻ. ഒരുപാട് കൊലക്കേസുമായിട്ട് ഒരുപാട് ബന്ധമുള്ളൊരു വ്യക്തിയാണ് ടി.പി. ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന രമയുടെ ഭർത്താവ്. അപ്പോൾ ഈ ജയിലിൽ കിടക്കുന്ന തടവുകാർ, അവരിൽ എത്രയോ പേർക്ക് പരോളില്ല. 10-15 വർഷമായിട്ട് പരോളില്ലാത്ത തടവുകാരുണ്ട്. ഈ ടി.പി. ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളെന്ന് പോലീസ് പറയുന്ന പ്രതികൾക്ക് തന്നെ, അതിലും എത്ര പ്രതികൾക്ക് പരോളുണ്ട്, എത്ര പ്രതികൾക്ക് പരോൾ ഇപ്പോഴും കിട്ടുന്നില്ല. ഇതൊക്കെ നമ്മുടെ ഒരു മാനുഷിക പരിഗണന വെച്ച പരോളും എല്ലാം അവർക്ക് കൃത്യമായി കൊടുക്കണം, ജയിലിൽ കിടക്കുന്നവർക്ക്, അത് ഏത് കേസിലെ പ്രതിയായാലും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ടി.പി. ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന വ്യക്തി നല്ലവനല്ല. പിന്നെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ ജയകൃഷ്ണൻ മാസ്റ്റർ പോലെ എത്രയോ RSSലെ പ്രവർത്തകർ, എത്രയോ BJP പ്രവർത്തകർ മരിച്ചിരിക്കുന്നു. അപ്പോൾ ആ കേസുമായിട്ട് അതിലെ എത്രയോ പ്രതികൾ ഇന്ന് റിലീസായിട്ടുണ്ട്, ഇന്ന് പരോളിൽ പോകുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ടി.പി. ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് മാത്രം, അവരുടെ മാത്രം കാര്യങ്ങളിൽ പരോളില്ല? എത്രയോ പ്രതികൾക്ക് പരോളില്ല, അവർക്കും ഭാര്യയും മക്കളും എല്ലാം ഉണ്ട്. നിങ്ങൾക്കറിയാമോ, ടി.പി. ചന്ദ്രശേഖരൻ കേസിലെ ഒരു പ്രതിയുണ്ട്, അണ്ണസീത്ത്. ആ അണ്ണസീത്തുമായിട്ട് ഒരുപാട് ദിവസം ആ അണ്ണസീത്തിൻ്റെ കൂടെ കിടക്കുവാനും അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുവാനൊക്കെ ഉള്ള ഒരുപാട് ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അണ്ണസീത്തിൻ്റെ വലത് കയ്യിൽ ഒരു പാടുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പച്ച കുത്തിയിട്ടുണ്ട് ആ മനുഷ്യൻ, ഈ അണ്ണസീത്ത് എന്ന് പറയുന്ന വ്യക്തി. സത്യത്തിൽ പാർട്ടി, അതാണ് അവരുടെ ശക്തി എന്ന് പറയുന്നത്. പാർട്ടിക്ക് വേണ്ടി എന്തും ചെയ്യാനും ഇന്നും മനസ്സുള്ളൊരു വ്യക്തിയാണ് ഈ പറഞ്ഞ പ്രതികളൊക്കെ. അതുകൊണ്ട് രമേ, നിൻ്റെ ഭർത്താവ് നല്ല വ്യക്തിയല്ല, ഒരിക്കലും നിൻ്റെ ഭർത്താവ് നല്ല വ്യക്തിയല്ല. ടി.പി. ചന്ദ്രശേഖരൻ നല്ലവനല്ല. ഈ ജയിലിൽ കിടക്കുന്ന തടവുകാർക്ക് അവർക്ക് ജയിലിൽ നിന്ന് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്തേ പറ്റൂ. അത് നീ കൊടുത്തില്ലെങ്കിൽ കോടതികളുണ്ട്, ജില്ലാ കോടതിയുണ്ട്, അത് കഴിഞ്ഞാൽ കേരളത്തിലെ ഹൈക്കോടതിയുണ്ട്, അതിനപ്പുറം സുപ്രീം കോടതിയുണ്ട്, അതിനപ്പുറം പോയാൽ ദൈവത്തിൻ്റെ ഒരു കോടതിയുണ്ട്. അപ്പോൾ നീ ഈ ഗൾഫിൽ പോകുമ്പോൾ ഒരാളെ കൊണ്ടുപോകുന്നു. എനിക്ക് രമയോടൊരു കാര്യം സത്യം പറയാനുണ്ട്. ടി.പി. ചന്ദ്രശേഖരൻ മരിച്ചതിന് ശേഷം ഇന്ന് വരെ, ഈ നിമിഷം വരെ രമയ്ക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റൂ രമേ, വേറൊരു പുരുഷനുമായിട്ട് രമ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ പറ്റൂ രമേ? രമയുടെ നെഞ്ചിൽ കൈവച്ച്, രമ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ മനസ്സിൽ ധ്യാനിച്ച് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റൂ രമേ, ടി.പി. എന്ന ചന്ദ്രശേഖരൻ നിൻ്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം ഒരുത്തനുമായിട്ട് നീ ബന്ധപ്പെട്ടിട്ടില്ല എന്ന്? ഗൾഫിൽ പോയപ്പോൾ എവിടെയെല്ലാം നീ ആരെയെല്ലാം കൊണ്ടുപോയിരിക്കുന്നു? എൻ്റെ സഹോദരി, ജയിലിൽ കിടക്കുന്ന ഒരു മനുഷ്യന്മാരാണ് അവർ. ഏത് കേസിലെ പ്രതിയായിക്കോട്ടെ, അവരൊരു മനുഷ്യന്മാരാണ്. അവരെയും കാത്ത് കുടുംബങ്ങളുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. അപ്പോൾ ഈ ടി.പി. ചന്ദ്രശേഖരൻ കേസിലെ ഈ പാവപ്പെട്ട പ്രതികളെക്കുറിച്ച് അവരെ വിധിയാണ്, ദൈവം അവരെ ഇറക്കും, ഏത് സമയത്തായാലും ഇറക്കും. പക്ഷേ നിൻ്റെ ഭർത്താവിൻ്റെ പേര് പറഞ്ഞ ഈ ആൾക്കാരെയും കൂട്ടുപിടിച്ച് നിൽക്കാൻ നിൻ്റെ ഭർത്താവ് നല്ല വ്യക്തിയല്ല ടി.പി. ചന്ദ്രശേഖരൻ. അത് മാത്രം നീ മനസ്സിലാക്കുക.